ഗോമൂസേ, നമ്മളെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുതായിരിക്കുമ്പോ, വലിയവരെ കാണുമ്പോ എന്തൊരു സ്ട്രെസ് ഫ്രീ ലൈഫാ. അവരവിടെ കറങ്ങാൻ പോണു, ഇവിടെ കറങ്ങാൻ പോണു, സിനിമയ്ക്ക് പോണു, തന്നെത്താനെ യാത്ര ചെയ്യുന്നു. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് വലുതായിട്ട് വേണം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ. പക്ഷെ നേരെ തിരിച്ചല്ലേ, നമ്മൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഫോർ എ ലോങ് ടൈം നമ്മൾ വലുതാ. അതെ. നമ്മൾ ഈ ചെറുപ്പത്തില് എൻജോയ് ചെയ്യുന്നതും കാണിക്കുന്ന കുറുമ്പുകളും ആക്ച്വലി ഞാൻ കുറുമ്പിയല്ലായിരുന്നു, പക്ഷെ കുറുമ്പത്തരത്തിന്റെ പാർട്ടായിരുന്നു. അതെല്ലാം കൂടെ ആവുമ്പോ നമ്മളെ ആലോചിക്കുമ്പോ ശരിക്കും ആ കാലൊക്കെ തിരിച്ചു വരുമോ അല്ലേ? രഞ്ജന കണ്ടാ തോന്നുകയില്ല അല്ലേ കുറുമ്പുണ്ടായിരുന്നൂന്ന്? എനിക്ക് അവളെ കണ്ടാ നല്ല കുറുമ്പുള്ള കുട്ടിയുണ്ടായിരുന്നു. അല്ല അല്ല, ഞാൻ ഭയങ്കര പാവമായിരുന്നു. ഈ കുറുമ്പന്മാരുടെ കൂടെ എല്ലാത്തിനും നിക്കും എന്നുള്ളതല്ലാണ്ട് എന്റെ കസിൻസ് ഇത് കാണുന്നവർക്കൊക്കെ അറിയും. ഞാൻ അങ്ങനെ പോയി എന്റെ ഒരു ഐഡിയയിൽ കുറുമ്പത്തരം കാണിക്കലേ ഉണ്ടായിരുന്നില്ല. പേടി അടി കിട്ടും. അപ്പൊ കസിൻസിന്റെ കൂടെ ചെയ്ത ഒരു കുറുമ്പ് വരയ്ക്കൊക്കെ. ഓ, ഭയങ്കര കസിൻസ്, എന്റെ ചിറ്റപ്പന്റെ മക്കള്, എന്റെ അനിയത്തി, ഏഹ് ഇവരെല്ലാം കുറുമ്പന്മാരുടെ വമ്പൻ കുറുമ്പന്മാരാ. നിനക്കറിയോ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ നാടാട്ടോ. ഡാഡി എന്നൊക്കെ പറഞ്ഞ 8 പേരാ. അപ്പം അവരുടെ മക്കളൊക്കെ കൂടെ, ഈ 8 പേരുടെയും മക്കൾ എന്നൊക്കെ പറഞ്ഞ എന്തോരം പേരുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അവിടെ കോഴികളൊക്കെ വളർത്തുന്നുണ്ട്. ഈ കോഴികളുടെ സ്ഥിരം മുട്ടയിടുന്ന സ്ഥലം എവിടാന്നറിയോ? കച്ചിയൊക്കെ കൂടെ ഒരു പെരക്കകത്ത് വെക്കും. അതിന്റെ മേളിൽ പോയിട്ടാ മുട്ടയിടുന്നത്. ഈ മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബഹളം വെച്ചോണ്ടാണല്ലോ വരുന്നേ. ഇത് കാണുമ്പോഴത്തേക്കിനും എന്റെ അനിയത്തി, ചിറ്റപ്പന്റെ മക്കളൊക്കെ ഏകദേശം ഒരേ ഏജാണ്. എല്ലാം കൂടെ ഓടിപ്പോയി മോഷ്ടിക്കും. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആരും കാണാതെ മനസ്സിലായി. എടുത്ത് കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ ഒരു കുഞ്ഞു ചരുവം അതിൻ്റെ അകത്ത് മുട്ടയിട്ട് ഈ കണ്ടത്തിലെ വയലില് വെള്ളമാ, അറിയില്ല കേട്ടോ. ആ വെള്ളം എടുത്തു വെച്ച് കുറേ സ്ഥലമുണ്ട് കേട്ടോ. കുട്ടനാടാണ്, കുറേ സ്ഥലമുണ്ട്, കുറേ മരങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ കൂടെ നടുവില് 3-4 കല്ലുകളൊക്കെ വെച്ച് ഈ കുറെ കമ്പുകളും ഉണങ്ങിയ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് ഈ ഇലകളെല്ലാം കൂടെ, ഉണക്ക ഇലകളെല്ലാം കൂടി ഇട്ടിട്ട് കത്തിച്ചു. ഓ, അടുപ്പുണ്ടാക്കി നിങ്ങള്. ആ, പുഴുങ്ങി കഴിക്കാൻ. ഓ. ആ. ആ, എന്നിട്ട് അങ്ങോട്ട് കത്തിച്ചു. കത്തിച്ചപ്പോഴത്തേക്കിന് ഇതും കാണും, ഈ കുഞ്ഞു കത്തലാണോ എല്ലാം കൂടെ അങ്ങോട്ട് കത്താൻ തുടങ്ങി, നന്നായിട്ട് കത്താനും തുടങ്ങി. ചുറ്റും മുഴുവൻ കരിയിലയുടെ. അപ്പൊ ഈ ആലോചിക്കാൻ പോലുള്ള ബോധമില്ല എന്ത് ഡേഞ്ചർ പണിയാ ഈ ചെയ്യുന്നതെന്ന്. അപ്പത്തേക്കിനും അവിടെ പണിക്ക് ഒക്കെ വരുന്ന ഒരു കുറുപ്പപ്പൂപ്പൻ എന്നാ ഞങ്ങൾ വിളിക്കുക, ആ പുള്ളിക്കാരൻ വന്നു. അങ്ങോട്ട് വന്നത് ഇത് കണ്ടപ്പോഴത്തേനും പുള്ളിക്കാരൻ, ഇതെന്താ ഇവിടെ മുട്ട പുഴുങ്ങാണോ? ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. നമുക്കതില് അയാൾ പാര വെക്കുന്ന അയാളുടെ മനസ്സിൽ പോലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ല. അയാള്, ഓ, മുട്ട പുഴുങ്ങാണോ, 4 പേരും കൂടെ കഴിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് പോയി. അപ്പൊ നമ്മളോ രക്ഷപ്പെട്ടു, ആരും കണ്ടുപിടിച്ചില്ല, കുറുപ്പപ്പൂപ്പൻ മാത്രമേ കണ്ടുള്ളൂ. ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തേ, നേരെ പോയി മുത്തശ്ശിയുടെ അടുത്ത്, വല്യമ്മച്ചിയുടെ അടുത്ത് പോയി പിള്ളേര് അവിടെ കരിയില എല്ലാം കൂടി ഇട്ട് കത്തിക്കുകയാണ്. വല്യമ്മച്ചിയുടെ കയ്യില് കിട്ടിയ കൊതുമ്പാ. ആ കൊതുമ്പും കൊണ്ട് വല്യമ്മച്ചി ഒരു നടന്നു വരലുണ്ട്. അയ്യോ, ഇപ്പോഴും ഓർക്കുമ്പോ പേടിയാ ഗോപു. എല്ലാം 4 വഴിയിൽ ഓടി. വല്യമ്മച്ചി അതെല്ലാം കൂടെ തട്ടിയിട്ട് അതിനെല്ലാം കെടുത്തി. കെടുത്തിയപ്പോ വല്യമ്മച്ചിയുടെ നല്ല സ്റ്റീലിന്റെ ചരുവം കറുത്ത് ബ്ലാക്ക് കളറായിട്ട്, നമ്മൾ ഈ ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്ന മാതിരിയായി. വല്യമ്മച്ചി പറഞ്ഞു, മര്യാദക്ക് എന്റെ പാത്രം എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ കൊണ്ടു തരണമെന്ന്. ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ പറഞ്ഞു ഞാനങ്ങ് പോയി. അനിയത്തിയും ചിറ്റപ്പന്റെ മക്കളും കൂടെ അവിടെ നിന്നുള്ള കല്ലും മണ്ണും ഒക്കെ കൂടിയിട്ട് ഒരച്ച് കറപ്പൊക്കെ കുറെ കളഞ്ഞു. പക്ഷെ എന്നാലും അത് ആ പാത്രം മുഴുവൻ ഒരഞ്ഞ് ഒരു പരുവത്തിലായി. മനുഷ്യനൊന്നും മിണ്ടില്ല കേട്ടോ. ആ, നിനക്ക് കുറുമ്പില്ല, കുറുമ്പില്ല. പക്ഷെ ഈ റോള് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പേരുണ്ട്. അതാണ് ഡാഡി ഇന്ന് പണ്ട് പറയാറ് ട്ടോ. നീ കൊരങ്ങനെ ഏണി വെച്ച് കൊടുക്കുന്ന അറിയോ? നമ്മൾ എന്താ വെച്ചാ എന്താ ഇനി പറഞ്ഞ പോലെ അനിയൻ എന്നെക്കാളും വികൃതിയുള്ള ടൈപ്പാ. അപ്പൊ എന്ന് വെച്ചാൽ മോൻ എന്ത് ചെയ്യുമ്പോഴും ഈ സൈഡിൽ നിന്ന് ചിരിക്കുക. പിന്നെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരാൾ പോവാണ്ടാകുമ്പോ ഈ മുമ്പ് പോണ ആൾക്ക് കുറച്ച് ധൈര്യം കൂടും. അതാണ് ഈ ഡാഡി പറഞ്ഞ പോലത്തെ ഏണി വെച്ച് കൊടുക്കല്. അപ്പൊ ഈ പണി കുറുമ്പില്ലാത്ത എനിക്കും പണ്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അത്. എന്നിട്ട് നീ എന്താ ചെയ്തേ? ആ, എനിക്ക് വികൃതിനെക്കാളും നീ പറഞ്ഞ പോലെ ചെയ്ത കാര്യങ്ങളൊന്നും മണ്ടത്തരാണ് കേട്ടോ. ഇപ്പൊ ഒന്ന് ആരും എന്താണ്, നമുക്ക് ഡിസ്ക്ലെയിമർ വേണം. നമുക്ക് ഈ ആരും കുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല, വലിയവരും. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ വീട്, അമ്മമ്മേന്റെ വീട്, കുറെ മെമ്പേഴ്സ് ഉള്ള വീട്. അപ്പൊ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞ് ഞങ്ങളും കസിൻസ് എല്ലാരും കൂടി കൂടും.
അപ്പൊ ഈ താഴെ ഒരു നില മേലൊരു നില പണ്ട് അങ്ങനെയല്ലേ ഓടുള്ള വീടാണ്. അപ്പൊ എന്താ വെച്ചാൽ ഉച്ചയാകുമ്പം വലിയവരൊക്കെ ഉറങ്ങിയിരിക്കും. ഇപ്പൊ കുട്ടികൾ പുറത്തൊന്നും കളിക്കാൻ പാടില്ല, അധികം ബഹളം വെക്കാൻ പാടില്ല. ഇപ്പൊ മേലത്തെ പൂമുഖം, ഇപ്പത്തെ നമ്മൾ ബാൽക്കണി പറയുന്ന പോലെ പണ്ടത്തെ മേലത്തെ പൂമുഖം എന്ന് പറയാം. ആ പൂമുഖത്തിരുന്ന് നമ്മൾ കളിക്കണം. ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 ആൾക്കാരുണ്ട്. ഒന്ന് ഞാനും, ഒന്ന് എൻ്റെ അനിയൻ മോനും, ബാക്കി 3 എൻ്റെ കസിൻസ്. ആരാന്ന് എക്സാക്ട്ലി എനിക്ക് അത്ര ഓർമ്മയില്ല. അത്രയും ചെറുത്, എനിക്ക് തോന്നുന്നു 7 വയസ്സോ 8 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്കൊക്കെ. ആ ഒരു ഏജിലാ. മോൻ അതിലും ചെറുതേ. അപ്പൊ ഈ ഞങ്ങൾക്ക് എവിടുന്നോ ഒരു ഐഡിയ കിട്ടി, ഈ ഓട്ടിന്റെ മേലേക്ക് ഒന്ന് നടക്കാന്. എന്നിട്ട് ഈ പൂമുഖത്തുനിന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഓട്ടിന്റെ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും. വലിയ ബാരിയറല്ല, ഹാഫേ ഉണ്ടാവുള്ളൂ പൂമുഖത്തിന്റെ ഇത്. ഗ്രില്ല് പോലത്തെ കല്ലിൽ ഉള്ള ഒരു ഗ്രില്ല് പോലത്തെ സാധനം, മറ്റ് മരത്തിന്റെ അല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തർ കാലെടുത്ത് വെച്ചിട്ട് ഈ നേരിയ സ്ഥലമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വീടിന്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു സെക്കൻഡ് ലെയറിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടി നമ്മൾ നടക്കണേ. നടന്ന് ഈ ഫുൾ ഡിസ്റ്റൻസ് ഞങ്ങൾ 5 ആളും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നു, 5 കുട്ടികൾ ഉച്ചയ്ക്ക് നോക്കുമ്പോൾ ഒരു വീട്ടിന്റെ മേലെ കള്ളം പോണ പോലെ വരിക്ക് പോവാണ്. പോയി എന്ത് ചെയ്തിരിക്കുന്നു, ഈ വീടിന്റെ ഫ്രണ്ട് മുഴുവൻ കഴിഞ്ഞു, സൈഡും കഴിഞ്ഞു, ബാക്കിന്റെ അവിടേക്ക് ഒരു ആലുണ്ട്. ആ ആലേന്റെ റൂഫ് ഓലയാ, പശുവിന്റെ ആല വരില്ല അത്. അതിന്റെ മേലേക്ക് ഞങ്ങൾ ചാടി ഇറങ്ങി സ്ലൈഡ് ചെയ്തിട്ട് പറമ്പ് പോയി വീഴുക. ഇതാ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെയും തിരിച്ചു ഇല്ല, ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ആ ഒറ്റ പ്രാവശ്യം ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കാല് വെച്ച് പകുതി എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടി വരുന്നത്. അപ്പൊ ഇനി തിരിച്ചു പോവാൻ നമുക്ക് അറിയില്ല. ഇനി മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് പറഞ്ഞ് പിടിച്ച് മുമ്പോട്ട് പോയി എങ്ങനെയോ അവിടെ എത്തി ചാടി ഇറങ്ങിയപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ റോളർ കോസ്റ്റർ റൈഡ് പോയി വരുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിംഗ് കഴിഞ്ഞ് ഉണ്ടായി. ഇന്നും എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന വരെ ആർക്കും ഈ കാര്യം അറിയില്ല കേട്ടോ. ആന്റി നോട്ട് ദ പോയിന്റ്, മോൾ അത്ര പാവുന്നായിരുന്നില്ല. പക്ഷെ അത് പറഞ്ഞ ഇങ്ങനത്തെ കുറുമ്പ് ഇപ്പൊ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ആസ് എ മദർ നമ്മളെ കുട്ടികൾ ഇങ്ങനത്തെ കുറുമ്പ് ചെയ്ത് ഞാൻ എങ്ങനെ സഹിക്കുന്നു. ഇത് ഇപ്പൊ നീ പറഞ്ഞപ്പോഴാട്ടോ, ഈ ഡാഡിയുടെ കുട്ടനാടാണല്ലോ. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞാൽ കായലാണ് വീട്ടിന്റെ ഒരു സൈഡിൽ കൂടെ, ഇങ്ങനെ കായല്, അല്ല എന്താ പറയാ അതിന്, ബോട്ടൊക്കെ പോകുന്ന, തോടല്ല, തോട്, വലിയ തോടാ. അപ്പം അതിന്റെ അകത്ത് കൂടെ ബോട്ട് പോകുന്നതാ എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിനെ കൊണ്ട്. അന്ന് റോഡ് കണക്ടിവിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ വള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടില് വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പം ഈ തോട്ടീന്ന് ആക്ച്വലി പ്രൈവറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കുഴിച്ച് അങ്ങനെ ഉണ്ട്. ഒരു സൈഡ് റോഡ് ഇടാൻ, വേറൊരു സൈഡ് കുളിക്കാൻ. അപ്പൊ നമ്മളുടെ ഈ ഓരോ വീടുകൾക്കും അവിടെ വള്ളമുണ്ട്. അപ്പൊ വള്ളം അവിടെയാണ് നമ്മൾ കെട്ടിയിടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തോട്ടിന്റെ ആ ഏരിയയില്. അപ്പൊ ഇതുപോലെ ചിറ്റപ്പന്റെ മോനാട്ടോ, അവനാണ് കാഞ്ഞ ബുദ്ധി. അവനാണ് ഇരുന്ന് ഐഡിയാസ് ഉണ്ടാക്കുന്നത്. എനിക്കേ വള്ളം ഊന്നാൻ അറിയാം, നമുക്ക് എല്ലാവർക്കും കൂടെ വള്ളത്തിൽ കയറിയാലോ. പാവം ഞാൻ കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ പെട്ടുപോകുന്നതാണ്. മാറി നിന്ന് ഇവര് ഗ്രൂപ്പിൽ കൂട്ടില്ലല്ലോ, അങ്ങനെ പെട്ടുപോയതാ. അപ്പൊ അവന്റെ അനിയത്തി, എന്റെ അനിയത്തി, ഞാന്, ചേച്ചി ഉണ്ടായിരുന്നു, സംശയം കൊറേ വലിയ വള്ളം. അപ്പൊ എല്ലാരും കൂടെ കേറി. ഇവനാണെങ്കി എന്നെക്കാട്ടും പ്രായം കുറഞ്ഞാണ്, ഞാനേ അപ്പൊ ചെറുപ്പം. ഈ എന്താ പറയാ, ആ മുളയുടെ വലിയ കമ്പല്ലേ, അത് എടുത്ത് പൊക്കാൻ പോലും അവന് ശേഷി വളരെ കുഞ്ഞതല്ലേ. എന്നിട്ടും എല്ലാരും കൂടെ എന്തോ ധൈര്യത്തിൽ കയറിയിരുന്നു. അങ്ങനെ ഈ തോട്ടീന്ന് മെയിൻ തോടിലേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാടുപെട്ട് എങ്ങോട്ടാന്നറിയില്ല. നോക്കുമ്പോ ബോട്ട് വരുന്നു. മെയിൻ സ്ഥലത്ത് ബോട്ട് കുറച്ച് സ്പീഡിലല്ലേ വരുന്നേ. അപ്പം നമ്മളെ കാണുന്നത് ഈ ബോട്ടിന്റെ സ്രാങ്കെന്നാ പറയുന്നത് ഡ്രൈവറിനെ. അയാള് കണ്ടു, അയാൾ എന്തോ ഭാഗ്യത്തിന് സ്ലോ ചെയ്തു. ബിക്കോസ് അയാൾ കാണുന്ന മുഴുവൻ പിള്ളേരല്ലേ. അത് ഞങ്ങൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു, അയാൾ കാണുന്നുണ്ട്. അയാൾക്ക് ബോട്ട് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പം സ്ലോയിൽ വന്നു. ഇവൻ ഒരു സൈഡിൽ വെക്കുമ്പോ വള്ളം അങ്ങോട്ട് പോന്നു, പിന്നെ അങ്ങോട്ട് ഊന്നി എങ്ങനെയോ വള്ളത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെ ആക്കി. അപ്പത്തേക്കിന് ഈ ബോട്ട് ഭയങ്കര സ്ലോയിൽ വന്ന് ഇങ്ങനെ വന്ന് അയാൾ ചീത്ത പറയുകയും ചെയ്തു. എന്തുവാ ഇതെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ സമാധാനത്തിൽ എങ്ങോട്ട് നോക്കുക, താ നിൽക്കുന്നു വലിയച്ഛൻ, ഡാഡിയുടെ അച്ഛൻ, വലിയൊരു വടിയും കൊണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ കാറിൽ കൂവി അയ്യോ ബോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ വലിയച്ഛൻ കേട്ടിട്ട് വന്നതാ. ഈ ഞങ്ങളെ കണ്ടില്ലേ, ജീവനോടെ കേറി വരികയാണെങ്കിൽ 2 കൊടുത്തു. കഷ്ടപ്പെട്ട് ഇവിടെ വാ, കഷ്ടപ്പെട്ട് അവിടെ വന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങി വള്ളത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റുമല്ലോ, ഗ്യാപ്പില്ല. അങ്ങോട്ട് ഓരോരുത്തര് കാലെടുത്ത് വെക്കും, ചന്തക്കിട്ട് അടി പൊട്ട എല്ലാവർക്കും കിട്ടും. അതോടെ ജീവനും കൊണ്ട് ഓടി.
എന്നാലും അവിടെ ഒന്നും ഞങ്ങളുടെ കുറുമ്പത്തരം നിന്നില്ല. വല്യച്ഛന്റെ ഒരു അടിക്ക് ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനിയും കുറെ കഥകളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞു പോയ ഒത്തിരി നിന്ന്. ഇപ്പൊ ഫൈനലി ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി നല്ല രസമല്ലേ? രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ രസാട്ടോ. ഇപ്പൊ നമുക്ക് ആരും ചെയ്യണമെന്ന് ആലോചിക്കാൻ പറ്റില്ല. നമ്മളെ കുറുമ്പത്തരൊക്കെ കാണിക്കുന്നില്ലേ? ആ. ഐ മീൻ ഇത്ര ഡേഞ്ചർ കുറുമ്പത്തരം അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഏത് പ്രായത്തിലാണെങ്കിലും ആ പ്രായത്തിലുള്ള കുറച്ച് കുറുമ്പത്തരൊക്കെ കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ കൂടെ ഉള്ളവരും ചെയ്യുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഒരു പ്രാന്തി ഉണ്ട് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞിലെ കുറുമ്പത്തരം ഇപ്പോഴും കുറച്ചൊക്കെ കാണിക്കാൻ പറ്റിയാൽ അതൊരു ബ്ലെസ്സിങ് അല്ലേ? യെസ്, അതാണ്. സോ ലെറ്റ്സ് കൗണ്ട് our blessings and thanks for watching Echoes of Her with Ren and Go.